എലൈറ്റ് എക്സ്പേർട്ടൈസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് റില്ലി. ഞാൻ എലൈറ്റ് എക്സ്പേർട്ടൈസിൽ അഡ്മിൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ പഠിപ്പിക്കുന്നവർ മിസ്സസ് ഹാരികയും മിസ്റ്റർ ഹാരിഫ് മുഹമ്മദുമാണ്. ഇവർ രണ്ടുപേരും ഓസ്ട്രേലിയയിൽ ക്ലിനിക്കൽ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. എലൈറ്റ് എക്സ്പേർട്ടൈസിൽ ക്യാപ്സ്, PEBC, PTE, ഇന്റേൺ ഫാർമസിസ്റ്റ് റിട്ടേൺ എക്സാം, ഇന്റേൺ ഫാർമസിസ്റ്റ് ഓറൽ എക്സാം, ഇപ്പൊ പുതുതായി ഓപ്പറ എക്സാം, ഇതെല്ലാം കോച്ചിങ് കൊടുക്കുന്നുണ്ട്. സോ കഴിഞ്ഞ ജൂലൈ ക്യാപ്സ് എക്സാമിന്റെ ബാച്ചിൽ 95% വിജയ ശതമാനം ഉണ്ടായിരുന്നു എലൈറ്റ് എക്സ്പേർട്ടൈസിന്. ജൂലൈ ബാച്ചിൽ പാസ്സായ ആളാണ് അമിത് ജോസഫ്. അമിത് ജോസഫ് നമ്മുടെ കൂടെ ഉണ്ട്. ഹായ് അമിത്. ഹലോ ചേച്ചി. ഹലോ. കൺഗ്രാറ്റുലേഷൻസ്. എന്തുണ്ട്, എങ്ങനെയാണ് ചെയ്യുന്നത്? എന്തോ ആകുന്നത് ദൈവത്തിന് അന്ന് പറയുന്നത്. ആദ്യം തന്നെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ക്ലിയർ ചെയ്യുമെന്ന്. പിന്നെ പേരൻസിന്റെ സപ്പോർട്ട്, മാം, സാറ്, പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി അബു സാറ്, ശ്രീജാമോൾ, അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ സപ്പോർട്ട് ഒക്കെ കൊണ്ട് പാസ്സായി. പിന്നെ ചേച്ചി ഉണ്ടല്ലോ, ഞാൻ ടെൻഷൻ കയറും വിളിക്കുന്നു. അങ്ങനെ പാസ്സായി. നിന്നെ കുറിച്ചൊന്ന് പറയാമോ? നിന്റെ ബാക്ക്ഗ്രൗണ്ട്, നീ എവിടെയാ പഠിച്ചത്, ഗ്രാജുവേറ്റ് ചെയ്തപ്പോഴാണ്? ഞാൻ ഭാരതി കോളേജ് ഓഫ് ഫാർമസി എന്ന് പറയും, മാണ്ഡ്യ, കർണാടകയിലാണ് പഠിച്ചത്. ഞാൻ 2022 ഡിസംബറിൽ ഗ്രാജുവേറ്റഡ് ആണ്. അത് കഴിഞ്ഞ് ഞാൻ ഓസ്ട്രേലിയ സ്റ്റുഡന്റ് വിസ ഇങ്ങനെ നോക്കിയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോ കുറച്ച് അതിന്റെ പുറകെ നടന്ന് സമയം കളഞ്ഞു ഞാന്. അപ്പോ പിന്നെ അന്നേരമാണ് അത് നോക്കുന്ന ഇടയ്ക്കാണ് ക്യാപ്സിനെ പറ്റി കേട്ടത്. അപ്പോ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ ആദ്യം അവർക്കൊരു പേടി, ഇവനെ വിട്ട് കഴിഞ്ഞാൽ പൈസ കളയോ. അവസാനം പറഞ്ഞ് അവര് വിട്ട് അങ്ങനെ എഴുതി പാസ്സായി. ക്യാപ്സ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ? ക്യാപ്സ് ചൂസ് ചെയ്യാൻ നമുക്ക് സ്റ്റുഡന്റ് വിസ ഒക്കെ ആണെങ്കിൽ ഒരുപാട് എമൗണ്ട് കാര്യങ്ങൾ ചിലപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഡയറക്ട്ലി ലൈസൻസ് എക്സാം ക്ലിയർ ചെയ്ത് പെട്ടെന്ന് തന്നെ ജോബ് കിട്ടും. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പിന്നെ ചൂസ് ചെയ്തു. എത്ര മന്ത്സ് ക്യാപ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്തു പ്രിപ്പറേഷന്? ഞാൻ കുറച്ച് അധികകാലം ഇത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ മെയിൻ ആയിട്ട് ഞാൻ ലാസ്റ്റ് 2 months ആണ് മെയിൻ ആയിട്ട് നോക്കിയത്. അപ്പോ അത് നന്നായിരുന്നു, പഠിച്ചു. അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നതും. ലാസ്റ്റത്തെ ഒരു 1 month അതാണ് ശരിക്കും എന്റെ പ്രിപ്പറേഷൻ ടൈം എന്ന് പറയാം. ക്യാപ്സ് പ്രിപ്പറേഷൻ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നോ? എന്താ സ്ട്രാറ്റജി അമിതിന്റെ? എന്റെ സ്ട്രാറ്റജി, ഞാൻ ആകെ മാമിന്റെയും സാറിന്റെയും ക്ലാസ് റെഗുലർ ആയിട്ട് കാണും. അതൊരു 2-3 വട്ടം ഇരുന്ന് കാണും. അത് കണ്ടിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ഇമ്പോർട്ടൻസ് ആയ കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്യും, അതിരുന്ന് പഠിക്കും. പിന്നെ മോക്ക് ചെയ്യും. മോക്കെന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ ചെയ്യില്ലായിരുന്നു. ഞാൻ ലാസ്റ്റ് എക്സാമിന്റെ അടുത്ത് ആ ഒരു എക്സാമിന്റെ ചൂട് വരൂലേ, ആ ഒരു സമയത്താണ് ശരിക്കും ഞാൻ മോക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് തന്നെ. അങ്ങനെ അതായിരുന്നു. പിന്നെ ലാസ്റ്റത്തെ മെയിൻ ആയിട്ട് ലാസ്റ്റ് 1 month ഞാൻ പറഞ്ഞ പോലെ തന്നെ. പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് അവർ ലാസ്റ്റ് ഒരു 1 week എടുക്കുന്ന ഒരു റിവിഷൻ ഉണ്ട്. അതാണ് അതിന്റെ ഉള്ളിലാണ് ക്വസ്റ്റ്യൻസ് മൊത്തം വന്നത്. എനിക്ക് വന്നതിനകത്തൊരു 80% ലാസ്റ്റത്തെ ആ ഒരു 1 week ആ ക്വിക്ക് റിവിഷനകത്താ വന്നത്. നമുക്ക് ക്യാപ്സിന് കുറെ കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അത് ടാക്കിൾ ചെയ്യാൻ എങ്ങനെ എലൈറ്റ് എക്സ്പെർട്ടൈസ് ഹെൽപ്പ് ചെയ്തേ? അത് മാമും സാറും പഠിപ്പിച്ച ആ ഒരു കോൺസെപ്റ്റ് നമ്മള് ആദ്യമേ തൊട്ട് മാം തുടങ്ങുന്ന കോ ടീച്ചർ ലയണ കാണുമ്പോ ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് തുടങ്ങി, NS തുടങ്ങുന്നത്. അപ്പൊ ആ ഒരു ബേസിക്സ് തൊട്ട് അവര് പഠിപ്പിക്കുന്ന കോൺസെപ്റ്റ് ആണ് പഠിപ്പിക്കുന്നത്. അല്ലാണ്ട് ഇപ്പൊ റീകോൾസ് അങ്ങനെ രീതിയിലല്ല. നമ്മൾ ആദ്യമേ കോൺസെപ്റ്റ് തറവാക്കി ബിൽഡ് ചെയ്ത് അതെങ്ങനെ അപ്ലൈ ചെയ്യണം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണെങ്കിലും കിടപ്പുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് എടുത്ത് അപ്ലൈ ചെയ്യുക, ഒന്ന് ആലോചിക്കുക, അത് സുഖമായിട്ട് കിട്ടും. ഇത്രേ ഉള്ളൂ. അതിനകത്ത് ഇപ്പൊ മാമിന്റെ സാറിന്റെ ആ ഒരു നമ്മളെ പഠിപ്പിക്കുന്ന രീതി, അവര് പഠിപ്പിക്കുന്ന രീതി വെച്ചിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യനും പുതുതായിട്ട് തോന്നത്തില്ല. നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ നേരത്തെ അറിയാവുന്ന ഒരു രീതിയിൽ നമുക്ക് തോന്നത്തുള്ളൂ. അതെ, നമുക്ക് എങ്ങനെ അത് സോൾവ് ചെയ്യാൻ പറ്റും. അതിപ്പോ അവര് ആ രീതിയിലാണ് അവർ നമ്മളെ കോൺസെപ്റ്റ് ആണ് നമ്മളെ പഠിപ്പിച്ചെടുക്കുന്നത്. അപ്പൊ ലാസ്റ്റ് ആണ് നമുക്ക് റീകോൾസ് ക്വിക്ക് റിവിഷനെ പോകുന്നെങ്കിലും ഈ കോൺസെപ്റ്റ് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് എടുത്ത് അപ്ലൈ ചെയ്താൽ മതി. അതിന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് ആൻസർ ചെയ്യുമായിരുന്നു. എക്സാമിന് പെട്ടെന്ന് ടൈമൊക്കെ ഫസ്റ്റ് പേപ്പറൊക്കെ പെട്ടെന്ന് കഴിഞ്ഞായിരുന്നു. പിന്നെ പേപ്പർ 2 ആണ് കുറച്ചും കൂടി എനിക്ക് ടഫായിട്ട് തോന്നി. എന്നാലും കുഴപ്പമില്ലായിരുന്നു. വലിയ രീതിയിൽ മാം ഇവര് പഠിപ്പിച്ച രീതി അതിന് തന്നെ വന്നിട്ടുള്ളൂ. പുറത്തുനിന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എലൈറ്റ് എക്സ്പെർട്ടൈസിനെ വേറൊരു കാൻഡിഡേറ്റിനെ എത്ര റെക്കമെൻഡ് ചെയ്യും? ഞാൻ 100% റെക്കമെൻഡ് ചെയ്യും. ഞാൻ പാസ്സായല്ലോ, ഇനിയിപ്പോ ആർക്കും പാസ്സാവാം. പേടിക്കാൻ മാത്രമൊന്നും ഇല്ല. നമുക്ക് ചേരുന്ന സമയത്ത് നമുക്ക് ക്യാപ്സ് എന്തോ വലിയ ഇതാന്നുള്ള ഒരു ധാരണ ഉണ്ടാവും. പക്ഷെ ചേർന്ന് നമുക്ക് ഇതിലങ്ങ് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇവര് പഠിപ്പിക്കുന്നത് അതുപോലെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്.
ഇത് വലിയ ഇത്രയോ ഇപ്പൊ എമൗണ്ട് കൊടുത്ത് ചേരുന്ന സംഭവമാണ്, അപ്പൊ ഇത് വലിയ സംഭവം എന്നുള്ള ഒരു ധാരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. പക്ഷെ ഇതിനൊക്കെ അവർ കടത്തി വെട്ടുകയാണ്. ഇവരെ പഠിപ്പിക്കുന്ന രീതി നമുക്ക് അതുപോലെയാണ്, ഒന്നും പറയാനില്ല. ഇനിയും ക്യാപ്സ് എഴുതാൻ പോകുന്നവരോട് എന്തെങ്കിലും ഒരു മെസ്സേജ്, സ്പെഷ്യൽ മെസ്സേജ് പറയാനുണ്ടോ? അടുത്ത ബാച്ച് വരുന്നവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ മെസ്സേജ് ഉണ്ടോ പറയാൻ? എങ്ങനെ പഠിക്കണം? റെഗുലർ ആയിട്ട് ക്ലാസ് കൂടുക, മാമും സാറും പറയുന്നത് തന്നെ ചെയ്യുക, ഒരു 3 ടൈംസ് ലെക്ചർ കാണുക, മോക്ക് ചെയ്യുക. അത് തന്നെ, പുറത്തുനിന്നുള്ളത് നോക്കാൻ നിൽക്കരുത്. ബിക്കോസ് അത് നോക്കി കഴിഞ്ഞാൽ പലതും റീകോൾസ് ആയിരിക്കും, അത് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കളക്ട് ചെയ്ത പോയിന്റ്സ് ആയിരിക്കും. അതിപ്പോ നമ്മളിപ്പോ ഈ പഠിക്കുന്ന കോൺസെപ്റ്റിനൂടെ അതും കൂടി നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് നമ്മളെ വല്ലാതെ അഫക്ട് ചെയ്യും. അപ്പോ പുറത്ത് നോക്കാതെ ഇവര് തരുന്ന ഏതാണോ അതിനെ ഫോളോ ചെയ്യുക, പഠിക്കുക, അത് മതി. മോക്ക് നന്നായിട്ട് ചെയ്യുക, എന്നെ പോലെ ആവരുത്. ലാസ്റ്റ് നിമിഷത്തേക്ക് മോക്കൊന്നും ബാക്കി വെക്കരുത്, എല്ലാം പെട്ടെന്ന് റെഗുലർ ആയിട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോ താങ്ക് യു അമിത്. നമുക്ക് ഓൾ ദി ബെസ്റ്റ്. ഇനി അങ്ങോട്ടുള്ള PT-യും കാര്യങ്ങളും ഒക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ, പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആവട്ടെ. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.